അഡ്വക്കേറ്റ് മരുതൻകുഴി സതീഷ് കുമാർ, അതായത് PSCയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈ മാർക്ക് വെട്ടിമാറ്റൽ, ഇടതു സംഘടനാ നേതാവിന് ജോലി കൊടുക്കൽ, നേരത്തെ നമ്മൾ പറഞ്ഞ പിന്നെ ശിവരഞ്ജിത്തും നസീമും, അതിൻ്റെയൊക്കെ ഒരു തുടർച്ച PSCയിൽ ഇപ്പോഴും സംഭവിക്കുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? ഈ അടുത്ത കാലത്തൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. PSC ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, അതൊരു രാഷ്ട്രീയ സ്ഥാപനമല്ല. പക്ഷേ ആ സ്ഥാപനത്തിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ പ്ലാനിംഗ് ബോർഡിലെ ചീഫിൻ്റെ നിയമനം, അതുപോലെ തന്നെ KASൻ്റെ നിയമനം, അതുപോലെ മറ്റു പല നിയമനങ്ങളെ പറ്റിയും ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൽ ആദ്യം വന്നത് ആരോഗ്യവകുപ്പിലെ തന്നെ ചീഫിൻ്റെ പഴയ നിയമനത്തിൽ ഇതിനേക്കാൾ വലിയ അഴിമതി നടന്നു. അന്ന് ഇൻ്റർവ്യൂ മാർക്കാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത്, 40-ൽ 39 മാർക്ക്. അത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൻ്റെ വിധിക്ക് വിരുദ്ധമായിട്ടാണ് ആ മാർക്ക് അവാർഡ് ചെയ്തത്. അത് ചെയ്യാൻ പറ്റാതായപ്പോഴാണ് പിന്നീട് മാർക്കിൻ്റെ വ്യത്യാസം വരുത്തിയിട്ട് ഉത്തരക്കടലാസ് വാല്യൂ ചെയ്യുന്നതിലോട്ട് വരുത്തി. ചില തസ്തികകളിൽ അങ്ങനെയല്ല. ചില തസ്തികകൾ ചെയ്യുന്നതെന്ന് പറയുന്നത് യോഗ്യതകൾക്ക് മാനദണ്ഡം ഉണ്ടാക്കി ചില യോഗ്യതകൾ സ്വീകരിക്കുകയും യോഗ്യതകൾ ഒഴിവാക്കുകയും ചെയ്യും. പരീക്ഷ നടത്തിപ്പിനകത്തുള്ള കൃത്രിമങ്ങളുണ്ട്, അതുപോലെ മറ്റ് അനവധി കൃത്രിമങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഉദ്യോഗാർത്ഥിയായ എൻ്റെ സ്നേഹിതൻ പറഞ്ഞതുപോലെ നമുക്കിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്താണ് ശരിയായ കാര്യം, എന്തുകൊണ്ടത് സംഭവിക്കുന്നു, എങ്ങനെ അത് ഒഴിവാക്കണം. അതിന് പകരം രാഷ്ട്രീയ ചർച്ചകളാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. അതല്ല ഇപ്പോൾ വേണ്ടത്. പബ്ലിക് സർവീസ് കമ്മീഷനെ നമ്മൾ സ്വതന്ത്രമായി വിടുക. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. എന്തുകൊണ്ട് അതിന് ഭരണഘടനാപരമായ ഒരു സാങ്കത്യം കൊടുത്തു എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമായും നീതിപൂർവമായും സാധാരണക്കാരന് ജോലി കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഒരു കമ്മീഷനാണത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തികളെല്ലാം സുതാര്യമായിരിക്കണം, നീതിനിഷ്ഠമായിരിക്കണം എന്നുണ്ട്. പക്ഷേ നീതിനിഷ്ഠമല്ല എന്നുള്ള പരാതികളാണ് നൂറുകണക്കിന് പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നത്, നൂറുകണക്കിന് തസ്തികകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇവരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവർക്ക് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് പിന്നെ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് വരുന്നത് മാർച്ച് മാസത്തിലും അതുപോലെ ഏപ്രിൽ മാസത്തിലും പിന്നീട് മെയ് മാസത്തിലുമാണ്. അതിനുശേഷം പിന്നെ വേക്കൻസി വരേണ്ടത് എന്ന് പറയുന്നത് ജൂൺ മാസത്തിലെ കണക്കെടുപ്പിലും ജൂലൈ മാസത്തിലെ അവസാനത്തെ കണക്കെടുപ്പിലുമാണ്. ജൂലൈ 15 കഴിയുമ്പോഴാണ് വേക്കൻസി വരേണ്ടത്. അപ്പോൾ അങ്ങനെ വരുന്ന വേക്കൻസിയാണ് ഇവിടേക്ക് വരേണ്ടത്. ഇവിടെ വന്ന സ്ഥിതി എന്താണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് വന്നുകൊണ്ട് എൻ്റെ സ്നേഹിതൻ ഇവിടെ പറഞ്ഞു, എണ്ണത്തിൽ കുറവ് വന്നതുകൊണ്ട് അധ്യാപക വിദ്യാർത്ഥി അനുപാതത്തിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ ഇനി വേക്കൻസി വരികയുള്ളൂ. അത് നയപരമായൊരു തീരുമാനം എടുക്കേണ്ടതാണ്. അത് നയപരമായ തീരുമാനമെടുത്തതിനകത്ത് മാറ്റം വരുത്തണം. ഒപ്പം രണ്ടാമത്തെ കാര്യം പറഞ്ഞതെന്ന് പറയുന്നത് ഈ പ്രഥമാധ്യാപകൻ്റെ ജോലിയിൽ നിന്ന് അവരെ ഒഴിവാക്കി സ്വതന്ത്രമാക്കണം. അങ്ങനെയും ഒരു 10,000 വേക്കൻസി പല ജില്ലകളിലായിട്ട് വരും. അപ്പോൾ അത് വരുമ്പോഴും മാറ്റമുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള നയപരമായൊരു തീരുമാനം എടുത്താണ് വേക്കൻസി സമയമെടുക്കും എന്നാണോ? മറ്റ് റാങ്ക് ലിസ്റ്റുകളുടെ കാര്യത്തിൽ അല്ല, ഈ കാര്യത്തിൽ വ്യത്യസ്തത ഉണ്ട്. ഞാനത് വസ്തുതകൾ പറയും. ഞാനിതിനകത്ത് രാഷ്ട്രീയ വശമല്ല പറയുന്നത്, വസ്തുതകളാണ് പറയുന്നത്. അതായത് മറ്റ് തസ്തികകളുടെ റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സമരം നടക്കുമ്പോൾ അവരുടെയൊക്കെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് നിലവിലുള്ള വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, ആ റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസികൾ PSC അഡ്വൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇവിടുത്തെ സ്ഥിതി അതല്ല. നിലവിൽ വേക്കൻസികൾ ഇല്ല, പക്ഷേ ഈ കണക്കെടുപ്പ് കഴിഞ്ഞ ശേഷം വിദ്യാർത്ഥി അധ്യാപക അനുപാതത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലനുസരിച്ച് എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകും. അങ്ങനെ എണ്ണത്തിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് വേക്കൻസി കൂടാം കുറയാം. അങ്ങനെ വരുന്നതിനകത്ത് മാറ്റം വരുത്തണമെന്നാണ് എൻ്റെ പ്രിയ അനിയൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് വിദ്യാർത്ഥി അനുപാതത്തിനകത്ത് കുറവ് വരുത്തി 30 എന്നുള്ളത് 25 മാറ്റണം. അതുപോലെ തന്നെ പ്രഥമാധ്യാപകന് കൂടുതൽ സ്വതന്ത്രമായിട്ട് ആ തസ്തികകൾ മാറ്റിവെക്കണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും വേക്കൻസി വരും. പക്ഷേ അതൊരു സർക്കാരിൻ്റെ നയപരമായ തീരുമാനം എടുത്ത് വേക്കൻസി സൃഷ്ടിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണ്. നിലവിലുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്യാത്തതല്ല. മറിച്ച് നിലവിലുള്ള വേക്കൻസി മാറ്റി വെച്ചുകൊണ്ട് തന്നെ അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നിരവധി തൊഴിൽ നിഷേധങ്ങളുണ്ട്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ അഡ്വൈസിൻ്റെ കാര്യത്തിൽ 2 തർക്കം നടന്നു. അതിൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. PSCയുടെ അഡ്വൈസ് എന്ന് പറയുന്നത് നിയമന ശുപാർശ മാത്രമാണ്. അത് പെരുപ്പിച്ച് കാണുകയാണ്. പെരുപ്പിച്ച് കാണിക്കുന്നത് നന്ദു പറഞ്ഞത് ശരിയാണ്. കാരണം എന്താ വെച്ചാൽ നിയമന ശുപാർശ പെരുപ്പിച്ച് കാണിക്കുക എന്ന് പറയുന്നത് കോമൺ പരീക്ഷ എന്നുള്ള ഓമന പേരിൽ ഒരേ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒറ്റ പരീക്ഷ നടത്തും. അത് SSLC നിലവാരത്തിൽ ഒരു പരീക്ഷ, ഡിഗ്രി നിലവാരത്തിൽ മറ്റൊരു പരീക്ഷ. ഈ പരീക്ഷകൾ നടത്തുന്നതിനകത്ത് 10ഉം 15ഉം പരീക്ഷകൾ തസ്തികകളിലേക്ക് ഒരുമിച്ച് പരീക്ഷ നടത്തി 15 എണ്ണത്തിൻ്റെ റാങ്ക് ലിസ്റ്റ് അതിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ എല്ലാ റാങ്ക് ലിസ്റ്റുകളിലും വരുന്ന ഉദ്യോഗാർത്ഥി 1ാം റാങ്ക് മുതൽ വരുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം ഒരേ ഉദ്യോഗാർത്ഥികളാവും.
ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്താൽ ഈ 25 റാങ്ക് ലിസ്റ്റിൽ നിന്നും ഓരോ ഉദ്യോഗാർത്ഥികളെ ശുപാർശ ചെയ്യുമ്പോൾ പോകുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം ഒരേ ഉദ്യോഗാർത്ഥിയായിരിക്കും. അങ്ങനെ ഒരേ ഉദ്യോഗാർത്ഥി പോകുമ്പോൾ 25 നിയമന ശുപാർശ ചെയ്തു, പക്ഷേ അവിടെ ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാൾ മാത്രം. 25 വേഴ്സസ് 1 അതാണ് ഈ നിയമന ശുപാർശയിൽ പെരുപ്പിച്ച് കാണുന്നത്. യഥാർത്ഥത്തിൽ സർക്കാർ സർവീസിൽ ആകെപ്പാടെ 5.25 ലക്ഷം ജീവനക്കാർ മാത്രമേ ഉള്ളൂ. അതിനകത്ത് തന്നെ സ്വകാര്യ മേഖലയിലുള്ള ജീവനക്കാരുണ്ട്, PSC നിയമനം നടത്താത്ത ജീവനക്കാരുണ്ട്. അതെല്ലാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം സർക്കാർ സർവീസിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 3 ലക്ഷത്തിൽ താഴെ ഉള്ളൂ. യഥാർത്ഥത്തിൽ PSCയിൽ നിന്ന് നിയമനം നടത്തുന്നവർ ആ 3 ലക്ഷം പേരെയും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നിയമിച്ചു എന്ന് പറയുമ്പോൾ അതൊരു അതിശയോക്തിയാണ്. ദയവായി അങ്ങനെ പറയരുത്. ഉദ്യോഗാർത്ഥികളെ വളരെ വ്യക്തമാണ്.